സോ ഗൈസ്, ബിഗ് ബോസ് എപ്പിസോഡ് 32 അല്ലെ. ഇന്നത്തെ എപ്പിസോഡിൽ 2-3 കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അങ്ങനെ 2-3 ആൾക്കാരെ പറ്റിയാണ് മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം അനുമോള് ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആവും. 100% കപ്പ് കൊടുക്കാൻ വേണ്ടി പോകുന്ന അനുമോക്കായിരിക്കും. ഈ ആഴ്ചയിൽ ആരായിട്ടും വന്നിട്ട് ജിസിൽ ആരും വിഷയത്തിൽ അനുമോൾക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് അനുമോളെ എവിക്റ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ സീസണിന്റെ വിന്നർ അനുമോളായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ എനിക്ക് തോന്നി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുമോൾക്ക് ഓരോ എപ്പിസോഡിലും കൊടുക്കുന്ന സ്ക്രീൻ സ്പേസ് ഉണ്ട്. ലൈവിൽ മാത്രമല്ല, എപ്പിസോഡിലും കൊടുക്കുന്ന സ്ക്രീൻ സ്പേസ്. ബിഗ് ബോസിൽ എപ്പോഴും ഒരു വിന്നർ ഉണ്ടായി വരിക മാത്രമല്ല, ബിഗ് ബോസ് ടീമിന്റെ പാമ്പറിംഗും കൂടെ വേറെ പറയാതിരിക്കാൻ വയ്യ. അതെ, ഞാൻ പറയാൻ വന്ന പോയിന്റ് അതാണ്. ബിഗ് ബോസിൽ ഒരു വിന്നർ ഉണ്ടായി വരിക എന്നത് ഒരു 10% അല്ലെങ്കിൽ 20% ആണ് ഒരു വിന്നർ ഉണ്ടായി വരുന്നത്. ബാക്കി 80% വിന്നറിനെ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് എപ്പോഴും അങ്ങനെയാണ്. അത് ബിഗ് ബോസ് ഷോയുടെ രീതിയെ അങ്ങനെ തന്നെയാണ്. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടെ TRP എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ചാനൽ, അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. അപ്പൊ എപ്പോഴും ബിഗ് ബോസ് ഷോയിൽ ഒരാളെ വിന്നറാക്കി എടുക്കാറുണ്ട്. ആ വിന്നറാക്കി എടുക്കുന്നതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് എപ്പിസോഡിൽ അവർക്കൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അല്ല, എല്ലാ എപ്പിസോഡിലും അവർക്കൊരു സ്പേസ് ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പോൾ അനീഷിന് ആദ്യത്തെ ഒരാഴ്ച ഒരു സ്പേസ് ഉണ്ടായിരുന്നു എല്ലാ എപ്പിസോഡിലും. പിന്നീട് ഇപ്പൊ നിങ്ങൾ റീസെന്റ് എപ്പിസോഡ് നോക്കിക്കോ, അനീഷിന് വലിയ സ്പേസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അനീഷിന് വലിയൊരു സ്പേസ് ഇല്ല. അത് ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും ചില മാറ്റങ്ങൾ അവർ വരുത്തും. ലാലേട്ടനെ കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ പറയിപ്പിച്ച് പല മാറ്റങ്ങൾ അവിടെ വരുത്തിയെടുക്കാറുണ്ട്. അപ്പോൾ അനുമോക്ക് ഇപ്പൊ കഴിഞ്ഞൊരു 2-3 ആഴ്ചയായിട്ട് എല്ലാ ഡേയും അനുമോൾക്ക് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് കാണുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ആരായിരിക്കും. അനുവിന് മാത്രമല്ല, ആ പ്ലാച്ചിക്കുട്ടിന് ഒരു സ്പേസ് ഉണ്ട്. പ്ലാച്ചിക്കുട്ടിന് സ്പേസ് ഉണ്ട്, അനുമോളുടെ പ്ലാച്ചിക്കുട്ടിന് സ്പേസ് ഉണ്ട്. പിന്നെ അനുമോള് കോണ്ടന്റ് ഉണ്ടാക്കി എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഹോംവർക്ക് ചെയ്ത് അനുമോള് പ്രിപ്പയർഡ് ആണ്. അനുമോളുടെ കോണ്ടന്റ് എങ്ങനെ ഓരോ എപ്പിസോഡിലും കൊടുക്കേണ്ടത് എന്താണെന്നുള്ളത് അനുമോള് കൃത്യമായിട്ട് അറിയാം. അത് വെൽ പ്ലാൻഡ് ആണ്. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ തന്നെയും ഇപ്പൊ അനുമോള് മസ്താനി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയൊരു വിഷയമുണ്ട്. അനുമോളുടെ അനുമോളുടെ എക്സിന്റെ കാര്യം ഇവിടെ ആർക്കും അറിയാത്ത, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അനുമോളുടെ എക്സിന്റെ കാര്യം അറിയാം. അതും പറഞ്ഞുകൊണ്ട് അല്ല, അത് ശൈത്യ പറഞ്ഞു എന്നാണ് അനുമോള് പറയുന്നത്. ശൈത്യാണ് ഹൗസ് മേറ്റ്സിന്റെ അടുത്ത് പറഞ്ഞത് എന്നുള്ളതാണ് അനുമോളുടെ പക്ഷം. അത് ഷെയർ ചെയ്തത് ശൈത്യമായിട്ട് മാത്രമാണ്. അതെ, പക്ഷെ അത് എത്ര പേർക്ക് അറിയാതെ? അതിപ്പോ ബിഗ് ബോസിന്റെ അകത്ത് വളരെ രഹസ്യമായിട്ട് വെക്കുന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അനുമോളുടെ എക്സിന്റെ കാര്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുള്ള കുറച്ച് ടോപ്പിക്സിൽ ഒന്നാണ്. അത് ശൈത്യല്ല പറഞ്ഞെന്നുള്ളത് ആദില വന്ന അനുമോളത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആദ്യം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോലും അനുമോക്ക് അപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അത് കുത്തിരിപ്പ് ഉണ്ടാക്കിയത് സാക്ഷാൽ വിഷം മസ്താനിയാണ്. ഞാൻ ഇതിനുമുമ്പ് എന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. മസ്താനിയെ നമ്പിയവൻ ഊമ്പും. അതിനകത്ത് ഒരു സംശയം വേണ്ട. കാരണം മസ്താനിയാണ് ഈ ഹൗസിലെ ഏറ്റവും വലിയ വിഷം എന്ന് പറയുന്നത്. മസ്താനിയാണ്. ഈ എപ്പിസോഡ് തീർന്ന അല്ല, അത് മറ്റേ ആദില നോറയുടെ സംഭവം ഉണ്ടല്ലോ. ഈ ആദില നോറ അല്ലല്ലോ, നമ്മുടെ അപ്പാനി ശരത്ത് ലാസ്റ്റ് സംസാരിക്കുന്ന സമയത്ത്, വഴക്കുണ്ടാകുന്ന സമയത്ത് അപ്പാനിയുടെ വൈഫ് പ്രഗ്നന്റ് ആണല്ലോ എന്നുള്ള സംഭവം എടുത്തിരുന്നത്. അതായത് മസ്താനി വളരെ ചീപ്പായിട്ട് ഇങ്ങനെ കുറെ സാധനം എടുത്തിടും. അപ്പാനിയുടെ വൈഫ് പ്രഗ്നന്റ് ആണെങ്കിൽ മസ്താനി എന്ത് ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൈഫിനെ എടുത്ത് വെച്ചിട്ടാണോ ഗെയിം കളിക്കേണ്ടത്? അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഗെയിം കളിക്കേണ്ടത്? ഭയങ്കര ബോറാണ്. പിന്നെ മസ്താനിക്ക് ആപ്പാട് ഇന്ന് കിട്ടിയ ഒരു പോസിറ്റീവ് എന്താണെന്നറിയോ? ഷാനവാസ് കയറിയിട്ട് മസ്താനിന്റെ അപ്പനെ വിളിച്ചു, തന്തക്ക് വിളിച്ചു. ഷാനവാസിന്റെ പ്രധാനപ്പെട്ട നെഗറ്റീവ് അതാണ്. ഷാനവാസ് എല്ലാവരും തന്തക്ക് വിളിക്കും, അല്ലെങ്കിൽ പോയി വീട്ടിൽ പോയി പറ, അല്ലെങ്കിൽ ആ ഒരു കാര്യം വരുമ്പോഴത്തേക്ക്, ഈ അങ്ങനൊരു ടോപ്പിക് വരുമ്പോഴത്തേക്ക് അത് ആൾക്കാർക്ക്, എല്ലാവർക്കും ഹൗസ് മേറ്റ്സ് ആണെങ്കിൽ തന്നെ ഷാനവാസിന് കൂടെ നിൽക്കാൻ പറ്റൂല. ഈ തന്തക്ക് വിളി വീട്ടിൽ പോയി പറഞ്ഞിട്ട് തന്തയെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും ഹൗസ് മേറ്റ്സിന് ഷാനവാസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും ഷാനവാസ് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സൈലന്റ് ആയിട്ട് ഇരുന്നത്. മിക്ക ആൾക്കാർ സൈലന്റ് ആയിട്ട് ഇരുന്നത്. കാരണം അത് മസ്താനി അവിടെ സംസാരിക്കുമ്പോഴത്തേക്കും ഷാനവാസ് ഒറ്റക്കായി പോകും. കാരണം എന്ത് പറയാനാണ്? കാരണം ഒരാളുടെ തന്തക്ക് വിളിക്കുമ്പോഴത്തേക്കും അക്ബറിന്റെ ഒരുപാട് കംപ്ലൈന്റ് അങ്ങനെ പോയിട്ടുണ്ട്. അക്ബറെ തന്തക്ക് വിളിച്ചിരിക്കുന്നുണ്ട്. ഷാനവാസ് ആ ഒരു സംഭവം കൂടെ ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആവും. ഈ തന്തക്ക് വിളി പരിപാടി മിക്കവാറും ലാലേട്ടൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ അതിനെ പറ്റി സംസാരിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമ്മൾ അനുമോളുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ശൈത്യാണ് പറഞ്ഞെന്ന് അനുമോള് പറയുമ്പോൾ അനുമോളുടെ ഉദ്ദേശം മനസ്സിലായോ? ശൈത്യ എന്ന് പറയുന്ന ആ സുഹൃത്തുണ്ടല്ലോ, അത് കട്ടാക്കണം. ഇനി ശൈത്യ അനുമോളുടെ സുഹൃത്തുക്കൾ വേണ്ട. അനുമോളുടെ ഉദ്ദേശം അതായത് ശൈത്യ അല്ല അത് പറഞ്ഞെന്ന് ശൈത്യ വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. പറയുക മാത്രമല്ല, ആരിനെ വിളിച്ചു വരുത്തിയിട്ട് ആരിനെ കൊണ്ട് സംസാരിപ്പിച്ച് ആരെ ഞാനാണോ നിന്റെ അടുത്ത് പറഞ്ഞതെന്ന് സംസാരിക്കുന്നുമുണ്ട്. പറയുന്നില്ല. അത് ക്ലിയർ ആയല്ലോ, അത് ക്ലിയർ ആയി. പക്ഷെ അത് ക്ലിയർ ആയിട്ടും അനുമോൾക്ക് ശൈത്യയോട് ഒരു സൗഹൃദം
ഇല്ല ആ ഒരു സൗഹൃദം വെക്കാനോ ആ ഒരു സോറി ക്ഷമിക്കാനോ, പറയാനോ ആ. അനുമോൾക്ക് താല്പര്യമില്ല. അതിന്റെ അർത്ഥം അനുമോൾ എന്ന് പറയുന്ന ആള് ശൈത്യമായിട്ട് ഇത്ര നാളും സൗഹൃദം വെച്ച് പുലർത്തിയിരുന്നത് അനുമോൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ടൂള് മാത്രമായിരുന്നു ശൈത്യ. ശൈത്യം. ആ ടൂൾ ഇപ്പൊ അവിടെ വേണ്ട. കാരണം ഇനി നോക്കിക്കോ, ഇനി അനുമോളോട് കളിക്കാൻ വേണ്ടി പോയാന്ന് പറഞ്ഞിട്ട് മസ്താനിയെ പിടിക്കും. പിന്നെ വൈൽഡ് കാർഡായിട്ട് വന്ന പ്രവീൺ, നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല, മിക്കവർക്കും മനസ്സിലായിട്ടില്ല, പ്രവീണെ ഇനി അനുമോളിന് ടൂളാക്കും. കാരണം ഞാൻ 2-3 എപ്പിസോഡായിട്ട് കാണുന്നുണ്ട്, ലൈവിലൊക്കെ ചില സംഭവം പ്രവീൺ അനുമോൾ തോന്നി സംസാരിക്കാറുണ്ട്. അപ്പോ അനുമോൾ അടുത്തൊരു ടൂളാക്കാൻ വേണ്ടി പോകുന്നത് പ്രവീണയാണ്. കാരണം അതൊരു കോംബോയും കൂടെ ആവും. അതായത് ശൈത്യ അനുമോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒബിയസ്ലി നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കോംബോയാ. ഏത്? 2 നല്ല സുഹൃത്തുക്കൾ, 2 ഫ്രണ്ട്സ്. പ്രവീൺ അനുമോൾ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു വേറൊരു കോംബോ കൂടെ അതിനകത്തോട്ട് ലവ് ട്രാക്ക് എന്നല്ല, ലവ് ട്രാക്ക് എന്ന് വേണമെങ്കിൽ ചില ആൾക്കാർക്ക് വിചാരിക്കാം, ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു കോംബോ കൂടെ വരും ദിവസങ്ങളിലൂടെ വരാനുള്ള ചാൻസ് അങ്ങനെ കൂടുതലാണ്. കാരണം അനുമോളിനെ ഏറ്റവും കൂടുതൽ സൗഹൃദം വെക്കാൻ വേണ്ടി പോകുന്നതും വൈൽഡ് കാർഡ്സ് ആയിട്ട് തന്നെയാണ്. പിന്നെ പണിപ്പുര ടാസ്ക്. ഇനിയിപ്പോ അനുമോളുടെ ടോപ്പിക്കോടെ നിൽക്കട്ടെ, ഇനി നമ്മൾ രണ്ടാമത്തെ ആളിലേക്ക് പോവാം. ചെറുതായിട്ടല്ല, നെവിൻ കംപ്ലീറ്റ്ലി പ്ലേറ്റ് മറിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് പറയാൻ പറ്റില്ല. ഇന്ന് എപ്പിസോഡ് തുടക്കത്തില് വൈൽഡ് കാർഡ്സ് പണിപ്പൂരിലേക്ക് കയറുക. ഈ പണിപ്പുര ടാസ്കില് ആ ടാസ്കിന്റെ നിയമം വായിക്കുമ്പോൾ അറിയാം, അവിടെ കയറി ഇറങ്ങണം അല്ലെ? അപ്പൊ ലക്ഷ്മി അവിടെ ആ ഒരു പണിപ്പുരയുടെ വാതില് തുറക്കുന്നു, കേറുന്നു, ആ സ്റ്റെപ്പ് ഇറങ്ങിയില്ല എന്നുള്ളത് അക്ബർ ഉൾപ്പെടെ ഹൗസ് മേറ്റ്സ് എല്ലാവരും തന്നെ വന്ന് പറയുന്നുണ്ട്. നെവിന് കൃത്യമായിട്ട് അറിയാം ഇത് ഹൗസ് മേറ്റ്സും വൈൽഡ് കാർഡുമായിട്ടുള്ള ഒരു മത്സരമാണ്. അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ക്യാപ്റ്റൻ, ആസ് എ ക്യാപ്റ്റൻ നെവിന് വേണമെന്നുണ്ടെങ്കിൽ ഹൗസ് മേറ്റ്സിന്റെ കൂടെ നിൽക്കാം. അപ്പൊ ഹൗസ് മേറ്റ്സിന് പണി കുറയും. നെവിൻ അവിടെ ചിന്തിക്കുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, ഞാൻ ക്യാപ്റ്റൻ ആണല്ലോ, എനിക്ക് പണി വരുന്നില്ലല്ലോ. 2, വൈൽഡ് കാർഡ്സിന്റെ കൂടെ ഇനി നിന്ന് കഴിഞ്ഞാൽ നെവിന് കുറച്ചുകൂടെ പുറത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. നെവിൻ അവരുടെ സപ്പോർട്ട് കിട്ടും. നെവിന് ഒരു പുതിയ ഗെയിം അവിടെ കളിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പൊ നെവിൻ എന്ത് ചെയ്തു? ഹൗസ് മേറ്റ്സിനെ അങ്ങ് ചതിക്കാൻ അങ്ങ് തീരുമാനിക്കുകയാണ്. അത് ഈ ചതിക്കാൻ തീരുമാനിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അത് നെവിന്റെ ഗെയിമാണ്. ഇത് കംപ്ലീറ്റ്ലി നെവിൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ അടിവരായിട്ട് പറയാൻ കാരണം, എപ്പിസോഡിന്റെ അവസാനം ഈ പാത്രം കഴുകുന്ന ഒരു ഇഷ്യോടെ വന്നു അക്ബറും അപ്പാനിയുമായിട്ട്. അത് മോശമാണ്, അത് വളരെ മോശമാണ്. കാരണം അങ്ങനെയാണ് സംഭവം ഉണ്ടായിട്ടില്ല. ഇതിപ്പോ നാളെ കുക്കിംഗ് ടീമിന് ഇറങ്ങുമ്പോൾ അവർക്ക് നമ്മളിപ്പോ ഞാനും ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഞങ്ങൾ രാത്രി ഇതേപോലെ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വെസൽസ് കഴുകി വെക്കാം. അടുത്ത ദിവസം അവർക്ക് രാവിലെ ആകുമ്പോൾ മെനക്കേടല്ലേ, സ്മെല്ല് വരും, അങ്ങനെ പല സംഭവങ്ങളുണ്ടാവും. കാരണം അവിടെയൊക്കെ നമുക്ക് അവിടെ ചെറിയ സ്മെല്ല് വന്നാൽ പോലും നമുക്ക് അവിടെ ഫുൾ ക്ലോസ്ഡ് ആണ്. അപ്പൊ നമുക്കത് ഭയങ്കര മെനക്കേടാണ് അവിടെ സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോ നെവിൻ എന്ത് അത്രയും പോലും ബോധം വിവരവും ഇല്ല, തന്റെ ഇടമില്ലേ? നെവിൻ അവിടെ പോയിട്ട് ഇത് കഴുകി വെച്ച ഒരു ക്യാപ്റ്റൻ അല്ലേ? അപ്പോ നെവിൻ ക്യാപ്റ്റൻ എന്ന രീതിയിൽ നെവിൻ ഒരു തന്റെ ഇടം കാണിക്കാത്തത് നെവിൻ വേറൊന്നും കൊണ്ടല്ല, നെവിന് അവരെ സപ്പോർട്ട് ചെയ്യണം. വൈൽഡ് കാർഡ്സിനെ ഫേവർ ചെയ്ത് നിൽക്കാനായിട്ട് നെവിനി പറ്റുള്ളൂ. അവരെ നെവിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അത് നെവിന്റെ ഒരു മനസ്സിൽ കരുതി വെച്ചേക്കുന്ന ഗെയിമാണ്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഇപ്പൊ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഈ ടാസ്കിന്റെ ഭാഗമായിട്ട് നെവിന്റെ ടീമാണ് ജയിക്കുന്നതെന്ന് വെച്ചോ, അപ്പോഴും നെവിൻ ഫേവർ ചെയ്യാൻ വേണ്ടി പോകുന്ന അറിയാമെന്നറിയാവോ? വൈൽഡ് കാർഡ്സിനെ. നെവിൻ അപ്പോഴും വൈൽഡ് കാർഡ്സിനെ ഫേവർ ചെയ്യത്തുള്ളൂ. നെവിൻ അല്ലാണ്ട് ഹൗസ് മേറ്റ്സിനെ ഫേവർ ചെയ്ത് നെവിൻ നിൽക്കൂല. കാരണം നെവിന്റെ ഗെയിം ഇനി പോകാൻ വേണ്ടി പോകുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ നെവിൻ ഒരു ഹൗസ് മേറ്റ്സിനെ ചതിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചതിച്ചുകൊണ്ടേ ഇനി മുന്നോട്ട് പോകത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഗെയിമേ കളിക്കുള്ളൂ. പക്ഷെ ആ ഗെയിമിനകത്ത് ഞാൻ കാണുന്ന സംഭവമുണ്ട്, കുറച്ചുകൂടെ, അതായത് ഒരു സ്വന്തം വില കളഞ്ഞ് കളിക്കരുത്. ഇപ്പൊ നെവിൻ അവിടെ പാത്രം കഴുകി വെക്കുക എന്ന് പറയുമ്പോൾ ഒരു പാത്രം കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പോഴും ഞാൻ അവരെ തന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു നെവിന് വിലയില്ലാത്ത, തന്റെ ഇടമില്ലാത്തൊരു ക്യാപ്റ്റൻ ആയി പോകും. അതെന്താ അങ്ങനെ ചീപ്പ് ഗെയിം കളിക്കരുത്. ഇപ്പൊ നെവിനോടെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ലക്ഷ്മി ഒരു ഇത് ഉണ്ടാക്കിയത് കണ്ടില്ലേ, ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത്, അത് ആര്യന്റെ ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. ഈ ആര്യന്റെ ഡ്രസ്സ്, അത് ഒരു സംഭവം പറയാം. അതിപ്പോ ലക്ഷ്മി എടുത്ത് ആ ഡ്രസ്സ് എടുത്ത് താഴത്ത് ഇട്ടു എന്ന് പറയുമ്പോഴത്തേക്കും 2 കാര്യം ഉണ്ട് അതിനകത്ത്. നമുക്ക് അതിനകത്ത് ആരും നല്ലതെന്ന് പറയാൻ പറ്റില്ല, ചീത്തതും പറയാൻ പറ്റില്ല. ഇപ്പോ അവിടെ ഒരു ഇരിപ്പിടമുണ്ട് ആ ബാത്റൂമിന്റെ ഫ്രണ്ടിലായിട്ട്. അത് നോർമലി അവിടെ ഇരിക്കുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ അതൊരു ആ ക്ലോത്ത്, ഇപ്പൊ നമ്മൾ ജൂട്ട് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു ക്ലോത്ത് ആയിരിക്കും. അല്ലെങ്കിൽ സ്മെല്ല് വരും, തുണി കൊണ്ടുള്ള ക്ലോത്ത് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ക്ലോത്ത്, തുണി കൊണ്ടുള്ള ക്ലോത്ത് എന്നല്ല, ഒരു ക്ലോത്ത് ടൈപ്പ് മെറ്റീരിയൽ ആണ്. അപ്പോ അതിന്റെ മുകളിൽ എന്തെങ്കിലും നനഞ്ഞ തുണി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്നാ സംഭവിക്കും? സ്മെല്ല് വരും. അപ്പോൾ ആ സ്മെല്ല് വരുമ്പോഴത്തേക്കും ഒരു ടോയ്ലറ്റ് ടീമിലെ മെമ്പർ എന്ന രീതിയിൽ ലക്ഷ്മി എന്ത് ചെയ്തു, അവിടെ ഒന്ന് പറഞ്ഞു, അത് വെള്ളം അവിടെ വീണ് കഴിഞ്ഞ് സ്മെല്ല് വരും, അതുകൊണ്ട് എടുത്ത് മാറ്റാൻ വേണ്ടി പറയാണ്. ആരും മാറ്റിയില്ല എന്നാണ് പറയുന്നത്.
അപ്പൊ എന്ത് ചെയ്തു, എടുത്തത് താഴത്തിട്ടത് ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയല്ല. പക്ഷെ അതിന്റെ മുകളിൽ കൊണ്ട് ഡ്രസ്സ് വെക്കുന്നത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ശരിയല്ല. അവിടെ ഡ്രസ്സ് വെക്കാൻ പാടില്ല. ഇപ്പോ അതും ഞാൻ പറയാം, ഞാൻ അവിടെ ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ അതിന്റെ മുകളിൽ കൊണ്ട് ഡ്രസ്സ് വെക്കുമ്പോഴേക്ക് ഞങ്ങൾ പറയുമായിരുന്നു ആ ഡ്രസ്സ് എടുത്ത് മാറ്റണം, കാരണം എനിക്ക് അവിടെ സ്മെല്ല് വരും. ഈ ബിഗ് ബോസ് ഹൗസിലെ നമുക്ക് അവിടെ പെട്ടെന്ന് സ്മെല്ലാവും. അവിടുത്തെ അങ്ങനെ പ്രശ്നമുണ്ട്, അവിടെ വളരെ പെട്ടെന്ന് സ്മെല്ല് വരും. പാത്രം കഴുകിയില്ല, പാത്രം ഇപ്പോൾ ഇന്ന് കഴുകാണ്ട് രാവിലെ വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് സ്മെല്ലാവും. ഈ ഡ്രസ്സ് നനച്ച് ഒരു മൂല കിട്ടിയാലും പെട്ടെന്ന് അവിടെ സ്മെല്ല് വരും. അപ്പോൾ ലക്ഷ്മി ഉദ്ദേശിച്ചിട്ടുണ്ടാവും നനഞ്ഞ ഡ്രസ്സ് എടുത്ത് അതിന്റെ മുകളിൽ വെക്കണ്ട. അപ്പോൾ സോറി പറയാന്ന് പറയുമ്പോഴത്തേക്ക് ലക്ഷ്മി എടുത്ത് താഴത്തിട്ട് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയല്ല, ഡ്രസ്സ് എടുത്ത് അവിടെ വെച്ചത് ശരിയല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ശരിയല്ല. അപ്പൊ കിച്ചണിലാണെങ്കിലും നന്നായിട്ട് സ്പ്രെഡ് ആവും. അപ്പൊ അതിനകത്ത് നമുക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ആരെയും ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല, അത് അവരുടെ കാര്യമാണ്. പിന്നെ ഇതിനകത്ത് അനുമോളുടെ ഒരു സംഭവം കൂടെ പറയാം. ജിസയിലും അനുമോള്, അതേപോലെ തന്നെ നമ്മുടെ ഷാനവാസ്, നെവിൻ, ഒണിയിൽ, ഇവരാണ് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി. ഇപ്പോ ഷാനവാസ് ചെയ്യുന്ന പ്രവൃത്തി അതേപോലെ ഒണിയിൽ ചെയ്യണം, അനുമോൾ ചെയ്യുന്ന പ്രവൃത്തി അതേപോലെ തന്നെ ജിസയിൽ കോപ്പി ചെയ്യണം. ഇവിടെ അനുമോൾ ആ സംഭവം വളരെ ഭംഗിയായിട്ട് ചെയ്തു, പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം കുറെ കോമഡി പരിപാടിയൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് കുറെ രസകരമായിട്ട് ജിസയിലിട്ട് വട്ടം കറക്കുന്നുണ്ടായിരുന്നു. അപ്പോ അതിനകത്ത് അബി അടക്കം വന്ന് അഭിശ്രീ ഒരു പരിപാടി ചെയ്തു. ജിസയിൽ ഏറ്റവും ആദ്യം ഒരു കുഞ്ഞു ടോപ്പ് ഇട്ടിരുന്നത്. അപ്പോൾ അനുമോൾ എടുത്ത് കറക്കി, അനുമോള് ചുരിദാർ എന്തോ ഇട്ടിരുന്നത്, ടോപ്പ് ഇട്ടിരുന്നത്. അപ്പൊ എടുത്ത് കറക്കുമ്പോഴത്തേക്ക് അനുമോൾക്ക് കറങ്ങാം, പക്ഷെ ജിസയിൽ അങ്ങനെ കറങ്ങാൻ വേണ്ടി പറ്റൂല, കാരണം ജിസയിൽ ടോപ്പ് അവിടെ ഇട്ടേക്കുന്നതുകൊണ്ട് പറ്റൂലായിരുന്നു. അത് അബി അടക്കം ഒരു തമാശ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജിസേലിനിട്ട് വട്ടം കറക്കി അനുമോൾ മാക്സിമം ഫണ്ണാക്കി ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതിനകത്ത് അനുമോൾ വിജയിച്ചിട്ടുമുണ്ട്. അപ്പുറത്ത് ഷാനവാസ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ്ലി ഉപയോഗിച്ച് അനീഷിനെ ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രമായി പോയി. അനീഷിനെ കുറെ ഇട്ട് പറയുന്നുണ്ട്. എങ്ങനെ വലിയ പണിയൊന്നും അല്ല, ഷാനവാസ് ഇതിനെ കണ്ടത് ഷാനവാസിന് ചീത്ത വിളിക്കണം. അപ്പോ സാധാരണ ഷാനവാസ് മാത്രം ചീത്ത വിളിക്കുന്നു, ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഷാനവാസിന്റെ കൂടെ ഒണിയിലും കൂടെ ചീത്ത വിളിക്കുന്ന രീതിയിൽ അതിനെ ഷാനവാസ് മാറ്റി. ഷാനവാസ് ഇതിലൂടെ രസകരമായിട്ട് ഇപ്പോ അപ്പുറത്ത് അനുമോൾ ചെയ്ത പോലെ കുറച്ചുകൂടെ രസകരമായിട്ട് പരിപാടിയൊക്കെ ഒപ്പിച്ച് വെക്കാമായിരുന്നു. പക്ഷെ ഷാനവാസ് അത്ര ആ ടാസ്കിനെ ഷാനവാസ് വളരെ രസകരമാക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം അവിടെ ഒരു സൈഡ് അനുമോൾ കുറെ ഫണ്ണി ആക്കുന്നു, ഇപ്പോഴത്തെ ഷാനവാസ് കുറച്ച് അനീഷിനെ ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രം. ഓൾറെഡി പറയുന്നത് ഇത് കുറച്ച് ഇത് ഒണിയിലുള്ള ടാസ്ക് ആണ്, അത് കംപ്ലീറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഷാനവാസ് അത് അത്ര അങ്ങോട്ട് മൈൻഡ് ആക്കുന്നില്ല. അതെ. പിന്നെ വേറൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ അനീഷിന്റെ ഒരു സാധനമുണ്ട്, അനീഷിന് ഇരിപ്പിടം. അതെന്നെ സംബന്ധിക്കും. സത്യം പറഞ്ഞാൽ അനീഷിന് എല്ലാ എപ്പിസോഡിലും അല്ലെങ്കിൽ എല്ലാ സമയത്തും ഒരു സ്പേസ് എടുക്കാൻ നോക്കും. അതായത് അത് അനീഷിന്റെ ഗെയിമാണ്, എനിക്കൊരു സ്ക്രീൻ സ്പേസ് വേണം എന്നുള്ള രീതിയിൽ ഒരു പരിപാടിയാണ്. അപ്പൊ അനീഷ് ഇത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷെ ഈ ഇരിപ്പിടത്തിന്റെ പേരിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അനീഷിന് തന്നെ ഊഹിക്കാം അതൊരിക്കലും അനീഷിന് ഫേവർ ചെയ്ത് ബിഗ് ബോസ് ഒരിക്കലും പറയാൻ പോകുന്നില്ല, എവിടെയെങ്കിലും ഇരിക്കുക എന്നേ പറയാൻ പോകുന്നുള്ളൂ. അപ്പോൾ ആ പരിപാടി അനീഷ് 2-3 ദിവസമായിട്ട് ആവർത്തിക്കുന്നുണ്ട്. അത് അവസാനിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വില ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി നമ്മുടെ വിഷത്തെ പറ്റി പറയാം. കാരണം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കീടനാശിനി തളിച്ചാണല്ലോ നമ്മൾ എല്ലാ കൃഷി അവസാനിപ്പിക്കുക. അതേപോലെ ഈ മസ്താനിയുടെ ഒരു ഗെയിമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മസ്താനി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ്. ഇപ്പോ ആര്യന്റെ അടുത്ത് മസ്താനിയാണോ പറഞ്ഞെന്നുള്ള ആരും പറയുന്നില്ല, പക്ഷെ അവിടെ ആദില പറയുന്നുണ്ട് മസ്താനിയാണ് പറഞ്ഞെന്നുള്ളത്. ഇത് പറഞ്ഞിട്ടും അനുമോള് മസ്താനിയെ വീണ്ടും നമ്പുന്നതും മസ്താനിയുടെ അടുത്ത് ചോദ്യം ചെയ്യാൻ തയ്യാറാവാത്തതും അനുമോൾക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് തന്നെ. അനുമോൾ അത്ര പൊട്ടിയൊന്നുമല്ല, പക്ഷെ അനുമോൾക്ക് മസ്താനിയെ ഫേവർ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ കിട്ടും. അത് മാത്രമല്ല, മസ്താനി ഒരിക്കലും അനുമോൾക്കെതിരെ ഗെയിം കളിക്കില്ല. നിങ്ങൾ എഴുതി വെച്ചു, ഈ സീസണിൽ മസ്താനി ഒരിക്കലും അനുമോൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഗെയിം കളിക്കാൻ പോകുന്നില്ല. കാരണം മസ്താനി വൈൽഡ് കാർഡ് ആയിട്ട് ഇവിടുന്ന് കയറി അകത്തേക്ക് എത്തുന്ന മൊമെന്റ് വരെ അനുമോളുടെ ഒരു സോഷ്യൽ മീഡിയ സപ്പോർട്ട് കണ്ടിട്ടുണ്ട്. അനുമോളുടെ PR ടീമിന്റെ ആണോ അല്ലേ എന്നുള്ളത് അവിടുത്തെ വിഷയമല്ല. അനുമോളുടെ സോഷ്യൽ മീഡിയ സപ്പോർട്ട് മസ്താനി കണ്ടിട്ടുണ്ട്. അപ്പൊ മസ്താനി എന്തേ ചെയ്യുള്ളൂ, അനുമോൾക്ക് ഫേവർ ചെയ്തേ പ്രത്യക്ഷത്തിൽ ഗെയിം കളിക്കുള്ളൂ. പരോക്ഷമായിട്ട് ചിലപ്പോൾ ഒറ്റും, കാരണം മസ്താനി എല്ലാവരും ഒറ്റും. അപ്പോ പ്രത്യക്ഷത്തിൽ അങ്ങനെ മസ്താനി ഗെയിമോടെ കളിക്കുള്ളൂ. അപ്പോ ഒരിക്കലും അനുമോൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മസ്താനി അവിടെ വരത്തില്ല. മസ്താനി അനുമോൾക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യും. പക്ഷെ എത്രയൊക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞാലും ഉള്ളിൽ മസ്താനിയുടെ യഥാർത്ഥ ക്യാരക്ടർ ഉണ്ടല്ലോ, വിഷം, ആ വിഷം അങ്ങോട്ട് തുപ്പും. ആ വിഷം തുപ്പുന്നത് കൊണ്ട് അനുമോളുടെ എക്സും അക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് YZ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ആൾക്കാരുടെ പോയിട്ട് ഇതാക്കും. പിന്നെ ഈ പാത്രം കഴുകി വെക്കുന്ന കാര്യം, അത്രയും പോലും ഒരു വെസൽ ടീം ആണെങ്കിൽ ആ പാത്രങ്ങളുടെ കഴുകി വെച്ചിട്ട് വേണം. എന്തിനാണ് ഇപ്പൊ അങ്ങോട്ട് പോണേ, ഈ അറിയാൻ വയ്യേ വെസൽ ടീമിൽ പോയ പാത്രം കഴുകേണ്ടി വരും. ഓക്കെ, മറ്റുള്ള ആൾക്കാരുടെ പ്ലേറ്റ് കഴുകണമെന്ന് പറയുന്നില്ല. പ്ലേറ്റ് ഇപ്പൊ അവരവർ കഴിച്ച പ്ലേറ്റും അതൊക്കെ അവരവരെ കഴുകി വെക്കാം. പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ
അവിടെ പോകുമ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അവിടെ പോയി കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകണം എന്നുള്ളത്. ആ പാത്രം കഴുകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അടുത്ത ആഴ്ച വീട്ടിൽ വന്നിരുന്ന് ഇന്റർവ്യൂ പോയിരിക്കുന്നേ, അതാകുമ്പോ കുഴപ്പമില്ലല്ലോ. എന്തായാലും അവിടെ കുത്തിത്തിരിപ്പ് അല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതെ, ഇപ്പൊ അല്ല, ഒന്നെങ്കിൽ ഇന്റർവ്യൂവിൽ വന്ന് ക്യൂട്ട്നെസ് ഇട്ട് വെറുപ്പിച്ച് അവിടെ കുളവാക്കണം. ഇനിയിപ്പോ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോയി നാട്ടുകാർ എല്ലാവരും തമ്മിൽ തല്ലിച്ച്, ഹൗസ് മേറ്റ്സിനെ തമ്മിൽ തല്ലിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കണം. എവിടെ പോയാലും കുത്തിത്തിരിപ്പും വിഷവും ഇത് വിട്ടൊരു പരിപാടി എന്ന് പറയുന്ന സാധനം മസ്താനിക്കില്ല. ഇതേ പറ്റുള്ളൂ. അതായത് ഈ സീസൺ 7 ഞാൻ പറഞ്ഞില്ലേ, കൃഷിക്ക് ലാസ്റ്റ് എന്താ ചെയ്യാ, കീടനാശിനി അടിക്കില്ലേ, ആ കീടനാശിനി ഒരു കീടമായിട്ടാണ് മസ്താനി അതിനകത്തേക്ക് പോയിരിക്കുന്നത്. വേറെ ഒന്നും മസ്താനെ കൊണ്ട് വേറെ ഒന്നിനും പറ്റൂല. കീടം അടിക്കുക, ആ കീടമായിട്ടാണ് മസ്താനി അതിനകത്ത് കയറി ചെന്നേക്കുന്നത്. ഇത് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മസ്താനി നമ്മൾ പല എപ്പിസോഡിൽ ഇനിയും നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, മസ്താനിയുടെ വിഷം ഗെയിം ഇനിയും നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അത് ഇനി ഒരുപാട് റിപ്പീറ്റ് ചെയ്യും. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മസ്താനി 100 days നിൽക്കൂല. കാരണം വിഷമടി എത്ര നാളെ നിൽക്കാനും അവിടെ, അതുകൊണ്ട് ഒത്തിരി ഒന്നും പോകില്ല. പക്ഷെ ഈ വിഷം പരിപാടിയും കൊണ്ട് ഇനി ലാസ്റ്റ് സംഭവിക്കാൻ വേണ്ടി പോകുന്ന വേറെ പരിപാടി വരട്ടെ. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് അനുമോളെ പുറത്താക്കിയില്ലെന്നുണ്ടെങ്കിൽ മസ്താനി വീണ്ടും അനുമോൾക്ക് വിഷം ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും. 100% ഉറപ്പാണ്. പുതിയ വിഷങ്ങൾ അനുമോളുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും അനുമോള്. കാരണം അന്ന് ജിസൈലിന്റെയും ആരിന്റെയും വിഷയം അത്രയും വലുതാക്കാൻ പ്രധാനപ്പെട്ട കാരണക്കാരത്തി ആരായിരുന്നു? മസ്താനിയെ. വീണ്ടും ഇത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. അപ്പം ഇപ്പൊ ഈ ഞായറാഴ്ച അല്ലെങ്കിൽ ഈ വീക്കെൻഡ് എപ്പിസോഡില് ലാലേട്ടൻ വന്നിട്ട് അനുമോളെ പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ മസ്താനിക്ക് ക്ലിയർ ആയിട്ട് കത്തും, അനുമോളുടെ സപ്പോർട്ട് കൊണ്ടാണ് അനുമോളെ പുറത്താക്കാത്തത്. അപ്പൊ അനുമോളെ വീണ്ടും വിട്ട് കത്തിക്കാൻ ആര് നോക്കും? മസ്താനി നോക്കും. ചിലപ്പോ അത് അനുമോക്ക് വീണ്ടും പണിയായിട്ട് വരും, അല്ലെങ്കിൽ ഹൗസ് മേറ്റ്സിൽ ആർക്കെങ്കിലും പണിയായിട്ട് വരും. പിന്നെ പുറത്ത് ഈ ഇപ്പൊ അപ്പാനയുടെ വീട്ടിലെ ഭാര്യനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇമാതിരി ചീപ്പ് പരിപാടി അത് മസ്താനിക്കേ പറ്റൂ. വേറെ ആർക്കും, ഞങ്ങൾ ഇപ്പൊ ഒരേപോലെ പറഞ്ഞു, മസ്താനിക്കേ പറ്റൂ, വേറെ ആർക്കും അത് പറ്റൂല. ഇങ്ങനെ ചീപ്പ് ഗെയിം കളിക്കരുത് മോനെ. അതൊരു വൃത്തികെട്ട പരിപാടി. ഉളുപ്പില്ലാത്തവർക്ക് അത് പറ്റും, നാനമ്മാനുള്ള ആൾക്കാർക്ക് അത് പറ്റൂല. അത് വീട്ടിലുള്ള ആൾക്കാർ. പിന്നെ മസ്താനിയെ പറ്റി പറയാനാണെങ്കിൽ മസ്താനിയെ പറ്റി തന്നെ വൃത്തിയോട് പറയേണ്ടി വരും. മസ്താനിയുടെ വീട്ടുകാരെ പറ്റില്ല, മസ്താനിയെ പറ്റി തന്നെ ഒരു ലോഡ് വൃത്തിയോട് പറയാനായിട്ടുണ്ട്. അപ്പോ വീട്ടുകാരെ പറ്റി പറയേണ്ട ആവശ്യമായിട്ട് ഇല്ലല്ലോ. മസ്താനിയെ പറ്റി തന്നെ അത് അവരുടെ ക്വാളിറ്റിയാണ്. മസ്താനിയെ പറ്റി കഥ അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മസ്താനിയെ പറ്റി നന്നായിട്ട് അറിയാം. അപ്പോൾ ആ കഥ അടിച്ചിറക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷേ അവരുടെ ആ ക്വാളിറ്റി അവർ കാണിക്കുന്നില്ല. മസ്താനി തിരിച്ച് ആ ക്വാളിറ്റിയെ 10 കാണിക്കുന്നില്ല. ഈ കുതിരിപ്പ് ഈ വിഷോടിയും മാത്രമേ അവിടെ മിച്ചുള്ളൂ. ഇന്ന് അപ്പാനും മസ്താനിക്ക് എന്തൊരു പേര് വിട്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പേരുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ വിഷം എന്നാ വിളിക്കണേ. അപ്പൊ അങ്ങനെ തന്നെ തുടർന്ന് പോകാം. നമ്മൾ ഇനി പുതിയ പേരിടണ്ട. ഞാൻ എന്തായാലും കീടം മസ്തു എന്നാണ് എനിക്ക് വിളിക്കാൻ താല്പര്യം. അപ്പോൾ ആ പേര് തന്നെ ഞാൻ വിളിച്ചോളാം. അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ പിന്നെ വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇത്ര നാളും രേണു സുധിയായിരുന്നു നമുക്ക് കാണാൻ കിട്ടാത്തൊരു മുതല്. ഇപ്പൊ വൈൽഡ് കാർഡ്സിൽ ഒരാൾ കയറിയിട്ടുണ്ട്, അത് കാണാൻ കിട്ടുന്നില്ല. സാബുമാൻ. എനിക്കറിഞ്ഞൂടെ എന്താണ്, എനിക്കറിയില്ല പുള്ളി എവിടെയാ. ഇന്നത്തെ എപ്പിസോഡിൽ സാബുമാനെ കണ്ടു കിട്ടുന്ന ആൾക്കാർ ആ സമയം ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോയി കാണാം. സാബുമാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഇല്ല കേട്ടോ. സാബുമാൻ വന്നപ്പോ തൊട്ടേ ഇല്ല. ചെക്കൻ എന്താണ് എനിക്കറിയാൻ വയ്യ. എപ്പിസോഡിൽ ചെക്കനെ കാണുന്നേ ഇല്ല. ഇനിയിപ്പോ വരാൻ വേണ്ടി പോകുന്ന വീക്കെൻഡ് എപ്പിസോഡ്. പക്ഷെ ഇനി വേറൊരു സംഭവം കൂടെ പറയട്ടെ, ജിസൈലിന്റെ കാര്യം പറയാം. ജിസൈല് അനുമോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ജിസൈല് അനുമോളുടെ കൂടെ ലാസ്റ്റ് പോയി കിടന്നില്ലേ? കിടന്ന സമയത്ത് ജിസൈൽ ചോദിക്കുന്നുണ്ട്, ഇവിടെ കിടന്ന എല്ലാരെയും ഇതിനൊക്കെ വാച്ച് ചെയ്യാൻ, എല്ലാരെയും കാണാനല്ല, ഹൈറ്റ് കുറച്ച് കൂടുതലാണല്ലോ. അനുമോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ മറ്റേ അത് ഇവിടെ അവൻ അത് നീ കണ്ടതവിടെ വെച്ചോ? ജിസൈല് പറയുന്നുണ്ട്. കാരണം അനുമോൾ വിചാരിച്ചത് എന്താ, അവിടെ കിടക്കുമ്പോ കാണാന്ന് ഉദ്ദേശിച്ചത് ആരിനും ജിസൈലും ചെയ്തത് കാണാമല്ലോ എന്നുള്ളത്. അപ്പൊ ജിസൈല് പറയുന്നുണ്ട്, അതല്ല സംഭവം, ഞങ്ങളത് ചെയ്തിട്ടില്ല, പക്ഷെ നീ എല്ലാരും വാച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് അനുമോൾ എങ്ങനെയാണോ രാത്രി ഈ കള്ളറക്കം ഉറങ്ങുന്നത് അത് ജിസൈൽ അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പുതപ്പൊക്കെ വെച്ചിട്ട് നീ. അപ്പൊ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ല. അപ്പൊ ജിസൈൽ പറയുന്നത്, നീ ഇങ്ങനെ തന്നെയാണ് കിടന്ന് ഉറങ്ങുന്നത്, നീ കള്ളറക്കം ഉറങ്ങുന്നത് എന്നുള്ള ജിസൈൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ എപ്പിസോഡിനകത്ത് ജിസൈൽ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ജിസൈൽ പേഴ്സണലി എനിക്ക് ഈ സീസണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മത്സരം എന്ന് പറയുന്നത് പുള്ളിക്കാരുടെ ഒരു വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഒരു ആ ഒറ്റ കാര്യത്തിലാണ് എനിക്ക് പുള്ളിക്കാരുടെ ഏറ്റവും കൂടുതൽ ഇംപ്രഷൻ തോന്നിയത്. കാരണം ഒരാൾക്കെതിരെ ഒരാൾ വളരെ വൃത്തികെട്ട ആരോപണം ഉന്നയിക്കുമ്പോഴും നമ്മൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ജിസൈൽ വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അത് അവരുടെ ഒരു ക്വാളിറ്റിയാണ്. എനിവേ, ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരും. ലാലേട്ടൻ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോ ബാക്കി നമുക്ക് കാണാം. അനുമോളുടെ കുലകയും ഇനിയും തുടരും. മസ്താനയുടെ വിഷമടി ഇനിയും തുടരും. നെവിന്റെ 2 വള്ളത്തിലുള്ള കാലിച്ചവിട്ട് അത് ഇനിയും തുടരും.
ഇപ്പൊ ലാലേട്ടന്റെ സിനിമ തുടരും എന്ന് പറയുന്ന പോലെയൊക്കെയാണ്. എന്തായാലും തുടരട്ടെ. പിള്ളേർക്ക് ഒരു ഹാപ്പി ഓണം കൂടെ. ഓക്കെ.